ഇസ്രായേലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ജിനേഷിന്റെ ഭാര്യ രേഷ്മയുടെ ആത്മഹത്യയിൽ ബ്ലേഡ് മാഫിയ സംഘത്തിന്റെ ഇടപെടൽ സ്ഥിരീകരിച്ച് വെളിപ്പെടുത്തൽ. ഇസ്രായേലിലേക്ക് പോകുന്നതിന് 3 മാസം മുമ്പ് ജിനേഷ് രേഷ്മയ്ക്കൊപ്പം തന്നെ കാണാൻ വന്നിരുന്നുവെന്ന് താമരശ്ശേരി സ്വദേശി ശ്രീഹരി 24നോട് പറഞ്ഞു. ജിനേഷിനെ ബ്ലേഡ് മാഫിയ ആക്രമിച്ച വിവരം ഉൾപ്പെടെ രേഷ്മ പങ്കുവച്ചിരുന്നു. ബ്ലേഡ് മാഫിയ സംഘം തന്നെ ഭീഷണിപ്പെടുത്തിയ ശബ്ദ സന്ദേശങ്ങൾ ശ്രീഹരി പുറത്തുവിട്ടു. രണ്ടുപേരും ഒരേ ബ്ലേഡ് മാഫിയയിൽ നിന്നാണ് പണമെടുത്തത്. ബ്ലേഡ് പലിശക്കാരായ ബീനാച്ചി സ്വദേശികളായ സഹോദരങ്ങളും താനുമായി കേസ് നിലനിൽക്കുന്നത് അറിഞ്ഞാണ് രേഷ്മയും ജിനേഷും കാണാൻ വന്നതെന്ന് ശ്രീഹരി വ്യക്തമാക്കുന്നു. ജിനേഷ് ഇസ്രായേലിലേക്ക് പോകുന്നതിന്റെ 3 മാസം മുൻപാണിത്. താമരശ്ശേരിയിൽ ശ്രീഹരിയുടെ ഹോട്ടലിനടുത്ത് വെച്ചായിരുന്നു കൂടിക്കാഴ്ച. വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയി ഈ സംഘം ജിനീഷിനെ മർദ്ദിച്ചതായി രേഷ്മ പറഞ്ഞു. ഇവരൊരു വണ്ടിയിൽ പിടിച്ച് കയറ്റി കൊണ്ടുപോയിട്ട് പണത്തിന് വേണ്ടിയിട്ട് ബാക്കിലെ സീറ്റിലിട്ടിട്ട് ഇവരെ മർദ്ദിച്ചു എന്നൊക്കെ ജനീഷല്ല, രേഷ്മയാണ് എന്നോട് പറയുന്നത്. മർദ്ദിച്ചു, എൻ്റെ മുമ്പിലിട്ടിട്ടാണ് ഏട്ടനെ മർദ്ദിച്ചത്. അപ്പോൾ രേഷ്മേൻ്റെ കൈക്കും ഇങ്ങനെ ചെറിയൊരു ഇടിച്ചപ്പം പറ്റിയിട്ടുള്ളൊരു കല്ലിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്ത് പറ്റിയാണ്. അപ്പോൾ ജിനീഷിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ജിനീഷിനും പുറത്തൊക്കെ പരിക്കുണ്ട്. രേഷ്മയുടെ മരണത്തിന് പിന്നിൽ ഈ സംഘത്തിന്റെ ഭീഷണിയുണ്ടാകാൻ സാധ്യതയുണ്ട്. തന്റെ കേസിൽ പോലീസിൽ നിന്ന് നീതി ലഭിച്ചില്ല എന്ന് രേഷ്മയോടന്ന് പറഞ്ഞിരുന്നുവെന്നും ശ്രീഹരിയുടെ സുഹൃത്ത് ഈ സംഘത്തിൽ നിന്നും പണം കടം വാങ്ങിയിരുന്നു. ഇതിന്റെ പേരിൽ ശ്രീഹരിയുടെ ഭാര്യയുടെ പേരിലുള്ള ബ്രസ കാർ ബ്ലേഡ് മാഫിയ സംഘം ബലം പ്രയോഗിച്ച് തട്ടിയെടുത്തു. ഇപ്പോഴും എൻ്റെ ഭാര്യൻ്റെ പേരിലുള്ള വാഹനം ഇവരതാണ് എന്ന് പറഞ്ഞിട്ടാണ് അവസാനം ഇവർ ഒരു രേഖ ഉണ്ടാക്കി ബത്തേരി സ്റ്റേഷനിലും എല്ലാ സ്ഥലത്തും ഇതാണ് കാണിക്കുന്നത്. ഈ രേഖ കൊണ്ട് എൻ്റെ ഭാര്യൻ്റെ വാഹനം ഇവർക്ക് ഉപയോഗിക്കാനാവുന്നുള്ള എനിക്ക് ഓർമ്മയില്ല. കാരണം എൻ്റെ ഭാര്യനെ എഴുതി കൊടുക്കണമല്ലോ. ഈ കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പലതരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങളും ശ്രീഹരിക്ക് നേരെയുണ്ടായി. ഇനി വയനാട് ചുരം ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കയറുകയാണെങ്കിൽ പിന്നെ നീ ചുരം തിരിച്ചിറങ്ങുക. നീ നിന്റെ കുടുംബം കാണുക, നിന്റെ മക്കൾ നിന്നെ ചെലവിലും ഇതായിരുന്നു എന്റെ അച്ഛൻ, ഇതായിരുന്നു എന്റെ അച്ഛൻ പറയിപ്പിക്കുകയാണ്. രേഷ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് താനിട്ട ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെയും ഭീഷണി തുടരുകയാണ്. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ശ്രീഹരി വ്യക്തമാക്കുന്നു. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.